ബ്ലോക്ക് ബസ്റ്റർ തെലുങ്ക് ചിത്രം ലക്കി ഭാസ്കറിന് ശേഷം ദുൽഖർ സൽമാൻ നായകനായി എത്തുന്ന കാന്തയുടെ ആദ്യ ടീസറെത്തി. സെൽവമണി സെൽവരാജ് ആണ് ഈ ചിത്രം രചിച്ച് സംവിധാനം ചെയ്യുന്നത്. ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വേഫറിൽ ഫിലിംസ്, റാണ ദഗുബാട്ടിയുടെ ഉടമസ്ഥതയിലുള്ള സ്പിരിറ്റ് മീഡിയ എന്നിവർ ചേർന്നാണ് ഈ ബഹുഭാഷാ ചിത്രം നിർമ്മിക്കുന്നത്. ദുൽഖർ സൽമാൻ, ജോൺ വർഗീസ്, റാണ ദഗുബാട്ടി, പ്രശാന്ത് പോട്ട്ലോടി എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ. ദ ഹണ്ട് ഫോർ വീരപ്പൻ എന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി സീരീസ് ഒരുക്കി ശ്രദ്ധ നേടിയ തമിഴ് സംവിധായകനാണ് സെൽവമണി സെൽവരാജ്. 1950 കാലഘട്ടത്തിലെ മദ്രാസിന്റെ പശ്ചാത്തലത്തിലാണ് കാന്തയുടെ കഥ അവതരിപ്പിക്കുന്നത് എന്നാണ് സൂചന. ദുൽഖർ സൽമാനൊപ്പം റാണ ദഗുപതി, സമുദ്രകനി, ഭാഗ്യശ്രീ ബോസ എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന താരങ്ങൾ. മികച്ച ചിത്രങ്ങൾ മലയാളത്തിൽ നിർമ്മിച്ചിട്ടുള്ള വേഫെയർ ഫിലിംസ് നിർമ്മിക്കുന്ന ആദ്യ അന്യഭാഷാ ചിത്രം കൂടിയാണ് കാന്ത. തമിഴിൽ ഒരുക്കിയ ഈ ചിത്രം മലയാളം, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലും റിലീസ് ചെയ്യും. ഒരു നടനെന്ന നിലയിൽ മികച്ച പ്രകടനത്തിന് അവസരം നൽകുന്ന ഈ ചിത്രം വൈകാരികവും മനോഹരവുമായ ഒരു കഥയാണ് പറയുന്നതെന്ന് ചിത്രത്തിന്റെ പ്രഖ്യാപന വേളയിൽ ദുൽഖർ പറഞ്ഞിരുന്നു. ദുൽഖർ സൽമാന്റെ ജന്മദിനത്തോടനുബന്ധിച്ചായിരുന്നു കാന്തയുടെ ടീസർ പുറത്തു വന്നത്. വൻ സ്വീകാര്യത തന്നെയാണ് ഈ ടീസറിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ലക്കി ഭാസ്കർ എന്ന ചിത്രം ഓൾ ഇന്ത്യ ലെവലിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ ഒരുപിടി മുന്നിൽ നിൽക്കും ഈ ചിത്രം എന്നാണ് ടീസർ കണ്ടപ്പോൾ തോന്നുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റിലും കളറിലുമാണ് ചിത്രം വരുന്നത്. പണ്ട് കാലത്ത് സിനിമയുടെ ആദ്യ കാലഘട്ടമാണ് ഇതിൽ കാണിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായിരുന്നു എടുത്തിരുന്നത്. ചിത്രത്തിൽ സിനിമയുടെ ഭാഗങ്ങൾ വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലും മറ്റുള്ള ഭാഗങ്ങൾ കളറിലുമാണ് എടുത്തിരിക്കുന്നത്. ദുൽഖർ സൽമാന്റെ മികച്ച അഭിനയം തന്നെ നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ കഴിയും എന്നുള്ളതിന് ചെറിയൊരു സൂചന ഈ ടീസറിൽ തന്നെ തന്നിട്ടുണ്ട്. ആ ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള ദുൽഖറിന്റെ അഭിനയം അടിപൊളിയായിട്ടുണ്ട്. അതേപോലെ എല്ലാം കൊണ്ടും മികച്ച ഒരു ചിത്രമായി കാന്ത മാറുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. തമിഴ്നാട്ടിലെ എല്ലാ പ്രേക്ഷകർക്കും ഈ സിനിമയുടെ കഥ അറിയാം. അതുകൊണ്ട് എങ്ങനെയാണോ ചിത്രത്തിന്റെ കഥ, അത് യഥാർത്ഥത്തിലുള്ള കഥ അതുപോലെ തന്നെയായിരിക്കും സിനിമ എടുത്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഈ ചിത്രത്തെ അത് നെഗറ്റീവായി ബാധിക്കും. ദുൽഖർ സൽമാൻ ഇതുവരെ തെലുങ്ക് പ്രേക്ഷകരെയായിരുന്നു കയ്യിലെടുത്തത്. അതിലുപരി തമിഴ്നാട്ടിലും തന്റെ സ്വാധീനം ചെലുത്താൻ കാന്തയിലൂടെ ദുൽഖർ സൽമാന് കഴിയും എന്നുറപ്പാണ്. അത്രമാത്രം മികച്ച ടീസറാണ് നമുക്ക് ഈ ചിത്രത്തിന്റെ ടീസർ കണ്ടപ്പോൾ തോന്നിയത്. കാന്തയിലൂടെ തമിഴ് സിനിമയിലെ ആദ്യ സൂപ്പർ സ്റ്റാർ അറിയപ്പെടുന്ന MK ത്യാഗരാജ ഭാഗവതരായാണ് ദുൽഖർ കാന്തയിൽ എത്തുന്നത്. തമിഴിലെ ആദ്യ പ്രേത ചിത്രം കൂടിയാണ് കാന്ത എന്നുള്ളത്. ആ ചിത്രത്തിന്റെ കഥയുടെ പശ്ചാത്തലത്തിലാണ് ഇത് മുന്നേറുന്നത്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലെ ഓരോ സിനിമാ പ്രേമിക്കും ഈ കഥയുടെ എന്താണ് സത്യാവസ്ഥ എന്ന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ റിയൽ ആയിട്ടുള്ള സ്റ്റോറി തന്നെയായിരിക്കും ഈ ചിത്രത്തിലുള്ളത്. ഇതിൽ ഒരല്പം പോലും വെള്ളം ചേർക്കാനുള്ള സാധ്യത കുറവാണ്. അങ്ങനെയാണെങ്കിൽ ഈ ചിത്രത്തെ അത് നെഗറ്റീവായി ബാധിക്കും. ഈ സിനിമയോടനുബന്ധിച്ച് ഒരുപാട് കഥകളുണ്ട്. അതൊക്കെ നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാകും. ഇപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ വെളിപ്പെടുത്താൻ കഴിയില്ല. എന്തായാലും ദുൽഖറിന്റെ കരിയറിലെ മികച്ച ഒരു ചിത്രമാകും കാന്ത എന്നത് ഉറപ്പാണ്. അദ്ദേഹം മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമായി നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് അദ്ദേഹത്തിന്റെ ലൈനപ്പ് നോക്കിയാൽ കാണാൻ കഴിയുന്നത്. പാൻ ഇന്ത്യ ലെവലിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു താരമായി ദുൽഖർ ഓൾറെഡി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള അദ്ദേഹത്തിന്റെ ചിത്രം റിലീസ് ചെയ്യുന്നതോടുകൂടി അതൊന്നുകൂടി ഉറപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയും. എന്തായാലും ദുൽഖർ സൽമാൻ പാൻ ഇന്ത്യ റീച്ചുള്ള ഒരു സൂപ്പർ സ്റ്റാറായി മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നിങ്ങളിൽ എത്ര പേർ കാന്ത എന്ന ചിത്രത്തിന്റെ ടീസർ കണ്ടിട്ടുണ്ട്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തമിഴ്നാട്ടിൽ നിന്നും ദുൽഖറിന് അടുത്ത വമ്പൻ ഹിറ്റ് കാന്ത എന്ന ചിത്രത്തിലൂടെ ലഭിക്കില്ലേ? തമിഴ് സിനിമാ പ്രേക്ഷകരിൽ നിന്നും അതുപോലെ മറ്റ് നടന്മാരിൽ നിന്നും മികച്ച അഭിപ്രായമാണ് കാന്തയുടെ ടീസർ ഇപ്പോൾ നേടിക്കൊണ്ടിരിക്കുന്നത്.